ഒരു ജനവിഭാഗത്തിൽ തന്നെ വളരെ കുറഞ്ഞ ആളുകൾക്ക് തങ്ങളുടെ പ്രത്യേക ഉദ്ദേശ്യം നടപ്പാക്കാനായിട്ട് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഗൂഢഭാഷ എന്ന് വേണമെങ്കിൽ നമ്മൾ പറയാൻ പറ്റും. ഒരു സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ബ്രിട്ടീഷുകാരായുള്ള ആളുകളെ കബളിപ്പിക്കാനായിട്ടൊരു ഗൂഢഭാഷ ഉപയോഗിച്ചു എന്നുള്ളത് ഇതിൻ്റെ ഒരു ചരിത്രപരമായ പ്രത്യേകതയാണ്. കേരളത്തിന് പുറത്തേക്ക് ഇന്ത്യയുടെ ഏകദേശം ഒരു 29 സംസ്ഥാനത്തിൽ 25 സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്യാൻ ബാക്കിയുണ്ടായിട്ടുണ്ട്. ഞാൻ എഴുതിയ ഒരു പുസ്തകം മാത്രമേ ഇപ്പോൾ ഇതിലുള്ളൂ. ശരി, അവരുടേതായ ഗൂഢതയിൽ കണ്ടിട്ട് അവരെന്ത് ചെയ്യുന്നു, പരസ്പരം ആശയവിനിമയം നടത്താനായിട്ട് ഉപയോഗിക്കുകയാണ്. വേറൊക്കെ മനസ്സിലാവും, അവർക്ക് മാത്രമേ മനസ്സിലാവൂ. മുഹമ്മദ് എന്നുള്ള കുന്തക്കൾ നായി മാറും, അഹമ്മദ് എന്നുള്ള സന്തക്കൾ നായി മാറും, 100 എന്നുള്ളത് പൂണ് നായി മാറും, 1000 എന്നുള്ളത് സാങ്ങിജൻ നായി മാറും. സ്ഥലപ്പേരുകൾ മാറ്റി പറയുന്നതോടുകൂടി ഇതൊരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത വേറെ എന്തോ ഒരു സംഭവമായിട്ട് തോന്നും. ഒരിക്കലും മനസ്സിലാവില്ല. 99 PhD തുടങ്ങുകയും 2010 ഈ വിഷയത്തിൽ PhD അവാർഡ് ചെയ്യുകയും ചെയ്തു. എന്നെ പഠിപ്പിച്ച നേരത്തെ പറഞ്ഞ 3 പേരും എന്ത് ചെയ്തു, മരിച്ചുപോയി. അറിയാവുന്ന 3 പേരും മരിച്ചുപോയി എന്നുള്ളത് വലിയൊരു സങ്കടമാണ്. കിപ്പാക്കിപ്പുയ്യേ കിപ്പും കിപ്പുയ്യേ സെയ്യോവ റീളി ഉമ്മം സന്യാട്ടമ്മും പക്കവും മാച്ചം. ശരിയല്ല ഞാൻ പറഞ്ഞത്? ശരിയാണ്, കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ മലയാളത്തിന്റെ അതേ ഉച്ചാരണത്തിൽ സന്യാടമ്മും പക്കവും മാച്ചം എന്നുള്ള നിലയിൽ സാധാരണ മലയാളം ഉച്ചരിക്കുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. എല്ലാവർക്കും നമസ്കാരം. ഇതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ മൈഗ്രൂഡ് എന്ന ഗൂഢഭാഷ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അപൂർവം ചില വ്യക്തികളിൽ ഒരാളായ പ്രമോദ് ഇരുമ്പുഴിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നന്നായി സംസാരിക്കാൻ കഴിയും എന്ന ഒരു വിശ്വാസത്തോടെ നമുക്ക് ആരംഭിക്കാം. വെൽക്കം സർ, വെൽക്കം ടു ദ ഷോ. വർഷങ്ങളായിട്ട് പരിചയമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. പ്രമോദ് ഇരുമ്പുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം എൻ്റെ മനസ്സിൽ ഓടി വരുന്ന ഒരു സബ്ജക്റ്റാണ് മൈഗ്രൂഡ് ഭാഷ എന്നുള്ളത്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് കൃത്യമായിട്ട് പറയാമോ? പറയാം. നമ്മളെ പ്രധാനപ്പെട്ട ഒരു പണി ഇപ്പോൾ കുറേ കാലമായിട്ട് ചെയ്യുന്നൊരു കാര്യം ഇത്തരം കാര്യങ്ങൾ പറയുക, അതിനെക്കുറിച്ച് പിന്നെയും പഠിച്ചുകൊണ്ട് നിൽക്കുക, കഴിയെങ്കിൽ താല്പര്യമുള്ള ആളുകൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് കുറേ കാലമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ സന്തോഷമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാനും ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇത് ഈ ഗൂഢഭാഷ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പൊതുവേ നമ്മൾ ഗൂഢഭാഷ അറിഞ്ഞ വാക്ക് നമ്മൾ എടുക്കുമ്പോൾ 2 വാക്കുകൾ കൂടിച്ചേർന്നാണ് ഗൂഢ പിന്നെ ഭാഷ എന്നുള്ളത്. ഭാഷ എന്നുള്ളത് പൊതുവേ നമ്മൾ ലോകത്തിൽ മനുഷ്യർ എവിടെയൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഏറ്റവും ചെറിയ ഒരു ജനവിഭാഗങ്ങളാണെങ്കിൽ പോലും അവർക്ക് ആശയവിനിമയം നടത്താനായിട്ട് ഭാഷയുണ്ട്. ആ ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ ആ ഭാഷ എന്നാണ് രൂപം കൊണ്ടതെന്ന് ചിലപ്പോൾ അറിയണമെന്നില്ല. എന്തായാലും കമ്മ്യൂണിക്കേഷന് വേണ്ടി ആ ജനവിഭാഗത്തിന് മൊത്തമായിട്ടൊരു ഭാഷയുണ്ടെന്ന് പറയാനായിട്ട് പറ്റും. അത് ചിലപ്പോൾ ലിപി ഉണ്ടായിക്കൊള്ളണമെന്നില്ല, സാഹിത്യങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പാട്ടുണ്ടാവണമെന്നില്ല. എന്നാലും അവരുടെ ആശയവിനിമയത്തിന് വേണ്ടി അവർ ഒരു ഭാഷ രൂപപ്പെടുത്തിയെടുക്കാറുണ്ട്. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് തന്നെ. എന്നാൽ ഗൂഢഭാഷ സാധാരണ ഭാഷയിൽ നിന്ന് വളരെ വ്യത്യാസപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഗൂഢഭാഷ. മറ്റത് സ്വാഭാവികമായിട്ട് ഉണ്ടായി വരുന്നതാണെങ്കിൽ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഒരു ഗൂഢഭാഷ എന്നുള്ളത്. അത് എല്ലാവർക്കും ആ സമൂഹത്തിൽ തന്നെ എല്ലാവർക്കും അറിഞ്ഞോണമെന്നില്ല. എല്ലാവർക്കും അറിഞ്ഞു കഴിഞ്ഞാൽ ഗൂഢത നഷ്ടപ്പെടുകയും ചെയ്യും. രഹസ്യമായിട്ട് നിൽക്കണമല്ലോ. അതിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവം രഹസ്യ സ്വഭാവമാണ്. സാധാരണ ഭാഷ പരസ്യമാണെങ്കിൽ ഇത് രഹസ്യമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ജനവിഭാഗത്തിൽ തന്നെ വളരെ കുറഞ്ഞ ആളുകൾക്ക് തങ്ങളുടെ പ്രത്യേക ഉദ്ദേശ്യം നടപ്പാക്കാനായിട്ട് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഗൂഢഭാഷ എന്ന് വേണമെങ്കിൽ നമ്മൾ പറയാൻ പറ്റും. ഏതൊക്കെ സന്ദർഭങ്ങളിലായിരിക്കും അത് യൂസ് ചെയ്യുന്നത്? ചിലപ്പോൾ വേറൊരാളെ കളിയാക്കാനായിരിക്കാം, അശ്ലീലം പറയാനായിട്ടായിരിക്കാം, പിന്നെ ചീത്ത പറയാനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചരിത്രപരമായ ഉദ്ദേശ്യങ്ങളിൽ വേറൊരാളിൽ നിന്ന് മറച്ചു വെക്കേണ്ട സന്ദർഭങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കാം. അങ്ങനെയുള്ള വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ ഇത് സംഭവിക്കാം. കച്ചവടത്തിനിടയിൽ സംഭവിക്കാതെ കച്ചവടക്കാർ ചെയ്യുന്ന ഗൂഢഭാഷകളുണ്ട്. അങ്ങനെ അപ്പോൾ വേറൊരാളുടെ അടുത്ത് ഈ ഒരു ഭാഷയിൽ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്നോട് എന്തെങ്കിലും ഒന്ന് പറയൂ, ഇപ്പൊ ഞാൻ തിരിച്ചു പറയാൻ ശ്രമിക്കണമല്ലോ. പൊതുവേ നമ്മളിത് കുറെ കാലം പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേശ്ശെ പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് മലയാള ഭാഷയിൽ ആ ഈ എന്നൊക്കെയുള്ള ഭാഷകളിൽ അപ്പൊ അതുപോലെ അങ്ങനെ ഇതിലൊരു അക്ഷരവിനിമയ രീതിയാണ് ഇതിലുള്ളത്. അക്ഷരവിനിമയ രീതി അറിയുമ്പോൾ സ്വരാക്ഷരങ്ങളായുള്ള ആ ഈ ഊന്ന് പോലെ ആ വരെയുള്ള സ്വരാക്ഷരങ്ങൾ സസ സിസി സുസു സംസ എന്നുള്ള നിലയിലാണ് പറയുക. ആറ്റുവര സാ ഉപയോഗിക്കും, സാറ്റുവര ആ ഉപയോഗിക്കും. ആറ്റുവര സാ ഉപയോഗിക്കും, സാറ്റ് പകരം ആന്ന് ഉപയോഗിക്കും. ഈക്ക് പകരം സീന്ന് ഉപയോഗിക്കും, സീക്ക് പകരം ഈന്ന് ഉപയോഗിക്കും. അങ്ങനെ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞുകൊണ്ടാണ് ഇത് പറയുന്നത്. വ്യഞ്ജനാക്ഷരങ്ങളുടെ രീതി എങ്ങനെയെന്ന് വെച്ചാൽ കമ, നയ, ചര, വട, ഷണ്ട, പന, രണ, ഞല, ഗറ്റ,
ദഹ ഭജ തള. കമ എന്ന് പറഞ്ഞാൽ കാറ്റുവരം മാവ് ഉപയോഗിക്കാം, മാറ്റുവരം ngാ ഉപയോഗിക്കാം. ngയ എന്ന് പറഞ്ഞാൽ ngാറ്റുവരം യാ ഉപയോഗിക്കാം, യാറ്റുവരം ngാ ഉപയോഗിക്കാം. ചര എന്ന് പറഞ്ഞാൽ ചാറ്റുവര രാ ഉപയോഗിക്കാം, രാറ്റുവര ചാ ഉപയോഗിക്കാം. പിന്നെ കാ എന്ന് പറഞ്ഞാൽ ngാന്ന് ഉപയോഗിക്കാം, മാന്ന് ഉപയോഗിക്കാം. ചര എന്ന് പറഞ്ഞാൽ ചാ എന്നുള്ളതിന് പകരം രാ ഉപയോഗിക്കാം. ചീ എന്ന് പറഞ്ഞാൽ രീ ഉപയോഗിക്കും. തിരിച്ചും മറിച്ചും അങ്ങോട്ട് കൊണ്ട് ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചായ എന്നുള്ളത് രാങ്ങാന്നായി മാറും. ഇപ്പൊ ചര എന്നുള്ളതിന് ചാറ്റുവര രാ ഉപയോഗിക്കുന്നു, ngയ എന്ന് പറഞ്ഞാൽ യാറ്റുവര ngാ ഉപയോഗിക്കുക. ഇപ്പൊ ചായ എന്നുള്ള എന്തായി മാറി രാങ്ങാന്നായി മാറും. അങ്ങനെ ഒരിക്കലും നമുക്ക് വേറൊരാൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഇത് മാറ്റപ്പെടും എന്നുള്ളത്. ചായ വേണോ എന്നുള്ളത് രാങ്ങ ഡേറോ ഡാ, വാറ്റുവരം ടാ ഉപയോഗിക്കുന്നു, നാറ്റുവർ റാ ഉപയോഗിക്കുന്നു. അപ്പൊ പക്ഷെ അതിന്റെ കൂടെ ചായ എന്നുള്ളതിന് വരെ രാന്ന് ഉപയോഗിക്കുന്നു, വേ എന്നുള്ളതിന് വരെ ടേന്ന് ഉപയോഗിക്കുന്നു, നോ എന്നുള്ളത് റോ എന്ന് ഉപയോഗിക്കുന്നു. ചായ വേണോ എന്നുള്ളത് രാങ്ങ ടേറോ എന്നായി മാറും. ഭയങ്കര രസമുള്ള ഒരു ഭാഷയാണല്ലോ. പഠിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാല് ഇതിന്റെ നിയമങ്ങൾ വേണമെങ്കിൽ കാണാതെ പഠിക്കാൻ പറ്റും. പക്ഷെ ആ നിയമങ്ങൾ കൃത്യസമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ള വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിന്റെ ചില പരിമിതികൾ, നമ്മൾ സാധ്യത പറയുമ്പോൾ പരിമിതിയും പറയണല്ലോ. ഇപ്പൊ മലയാളത്തിലുള്ള ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ അക്ഷരങ്ങളിൽ മലയാളത്തിൽ ഉപയോഗിക്കാത്ത, മലയാളത്തിൽ കാണുന്ന പല അക്ഷരങ്ങളും ഇതിലില്ല. ഇപ്പൊ പാ കഴിഞ്ഞാൽ ഫ ഇല്ല, ബ ഇല്ല, ബ ഉണ്ട്, പിന്നെ ഭ ഇല്ല. അപ്പൊ അതിനൊക്കെ പകരമായിട്ട് നമ്മൾ പാ തന്നെ ഉപയോഗിക്കാം. ഇപ്പൊ കാലുക ഘ, മേഘം എന്നുള്ള ഘ, അതൊന്നുമില്ല. അതിന് വരെ കാന്നും ഗാന്നുമാണ് ഉപയോഗിക്കുക അതിൽ. അങ്ങനെ എല്ലാ അക്ഷരങ്ങളും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. പഴയ കാലങ്ങളിൽ നമ്മളിപ്പോൾ പോലും സംസാരിക്കുമ്പോൾ മേഘം എന്ന് പല അധ്യാപകർക്ക് ക്ലാസ്സിൽ പറയുന്നില്ല. നമ്മൾ സാധാരണ പറയുക എന്താണ്? മേഘം എന്നാ പറയുക, നഖം തന്നെയാണ് നമ്മൾ പറയുക. അതേപോലെ ഇതിൽ അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് വിനിമയം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഉച്ചാരണത്തിന് അത്ര പ്രാധാന്യമില്ല. ആ ഉച്ചാരണത്തിലുള്ള പ്രാധാന്യം കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നതിലാണ്. പൊതുവെ ബുദ്ധി വേണം. ഒരു ഭാഷ സംസാരിക്കണമെങ്കിൽ കുറച്ച് അതിബുദ്ധി വേണം. ഇതിന് ഗൂഢഭാഷ സംസാരിക്കണമെങ്കിൽ എന്ന് പറയാൻ പറ്റും. കുറച്ച് അതിബുദ്ധി ഉള്ളവരാണല്ലോ ഇങ്ങനത്തെ പണിക്കൊക്കെ നിൽക്കുള്ളൂ. ഒരു തരത്തിലൊരു ഭാഷാ കേളിയും കൂടിയാണത്. ഭാഷയുടെ കളിയാണിത്. ഭാഷ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചുകൊണ്ട് വേറൊരാൾക്ക് സംസാരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക്, മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറ്റുന്ന ഒരു ഭാഷാ കേളിയാണിത്. കടങ്കഥയും പഴഞ്ചൊല്ലൊക്കെ പോലെ നമുക്കിത് പറയാൻ പറ്റും. അത് കടങ്കഥയും പഴഞ്ചൊല്ലും ഒക്കെ ഈ ഭാഷയിൽ സംസാരിക്കാൻ പറ്റും. അത്യാവശ്യം പറയാൻ പറ്റും. വളരെ ബുദ്ധിമുട്ട്, നമ്മളെ മലയാളത്തിൽ വളരെ ബുദ്ധിമുട്ടേറിയ ചില വാക്കുകൾ പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്നല്ലാതെ സാധാരണ ഇപ്പോൾ പഴയ കാലത്ത് 15-ാം നൂറ്റാണ്ട് രൂപം കൊള്ളു പറയുമ്പോൾ അന്നത്തെ കാലത്ത് മലയാളത്തിൽ ഉപയോഗിക്കാവുന്ന പല വാക്കുകളും തന്നെയാണ്. അതിന് മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ സൃഷ്ടിച്ചിട്ടുള്ളത്. സാർ എങ്ങനെയാണ് ഈ ഭാഷ പഠിച്ചെടുത്തത്? ഇതിനോടുള്ള ഒരു താല്പര്യം ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നോ? ഒരു ഭാഷാധ്യാപകനാണ് ഞാൻ. പുതിയ ഭാഷയോട് നല്ല താല്പര്യമാണ്. മലയാള അധ്യാപകനാണ്. ഇപ്പൊ കാരക്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിൽ മലയാള അധ്യാപകനാണ്. അപ്പോൾ പണ്ട് ഞാൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഒരു 96-98 സമയത്താണ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ MA പഠിക്കുന്നത്. അന്ന് PhD തീസിസുകളൊക്കെ ഇങ്ങനെ വായിക്കുമായിരുന്നു. ആ തീസിസ് ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ഒരു തവണ പാണന്മാരുടെ ഗൂഢഭാഷ എന്ന് പറയുന്ന ഒരു തീസിസ് ഉണ്ട്. ആ അതിലിങ്ങനെ തീസിസ് വായിക്കുന്ന സമയത്ത് അപ്പോൾ മനസ്സിലാക്കുന്നത് അതിലൊരു സെന്റൻസ് ആണ്, മലപ്പുറത്തെ മാപ്പിളമാർ ഉപയോഗിക്കുന്ന ഗൂഢഭാഷയാണ് മൈഗുരുട്. അപ്പൊ ഞാനിത് വായിക്കുന്ന സമയത്ത്, നമ്മൾ മലപ്പുറത്ത് ജീവിക്കുന്ന ആളാണ്, പക്ഷെ ഇങ്ങനെ ഒരു ഗൂഢഭാഷയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ അത് എൻ്റെ മനസ്സിലേക്ക് തറച്ചു നിന്നു. പിന്നെ കോഴ്സൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തി. ഞങ്ങളുടെ നാട്ടിലൊരു ചായക്കടയിൽ പോണ സമയത്ത് എനിക്ക് പരിചയമായിട്ട് ഞാൻ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന 2 പേര്. ഒന്ന് ചായക്കടക്കാരനാണ്, ഒന്ന് അവിടെ ചായ കുടിക്കാൻ വന്ന ഒരാളും. 2 പേരും എനിക്ക് മനസ്സിലാവാത്തൊരു ഭാഷയിൽ ഇങ്ങനെ സംസാരിക്കുന്നു. ഹിന്ദിയോ മലയാളമോ തമിഴോ കന്നഡയോ ഒന്നുമല്ല, വേറെ ഏതൊരു ഭാഷ. അപ്പൊ ഞാൻ പിന്നീട് അതിലൊരാളെ ഞാൻ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, മൂപ്പര് പറഞ്ഞു ഇതൊരു മൈഗുരുഡ് എന്ന് പറഞ്ഞ ഗൂഢഭാഷയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മൂപ്പരോട് വെച്ച് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദിച്ചപ്പോൾ മടിയുണ്ടായിരുന്നു. പക്ഷേ സാവധാനം സ്ഥിരമായിട്ട് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് കുറേശ്ശെ ഇതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ഒരു ഭാഷാ താല്പര്യമുള്ള ഒരാളർത്ഥത്തിൽ സാവധാനം എനിക്കും ഇത് പഠിക്കണം തോന്നി. അപ്പം ഞാൻ കാണുമ്പോൾ കുറച്ച് ഈ അക്ഷരങ്ങളുടെ വിനിമയത്തിന് അപ്പുറത്തേക്ക് ഞാൻ ചില വാക്കുകൾ കാണാതെ പഠിച്ച് മുമ്പോട്ട് സംസാരിക്കും. അപ്പൊ അവിടെ നിന്നാണ് തുടക്കം. അങ്ങനെ ചായക്കടയിൽ തുടങ്ങുന്നു. ഒരു വലിയ കുഴിയിൽ മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളാണ് അതിലൊരു ആള്. പിന്നെ ചായക്കടക്കാരനായ തോരപ്പ മുഹമ്മദ് എന്ന് പറഞ്ഞ 2 പേരുടെ സംസാരം കേൾക്കുന്നത്. അവർ തന്നെയാണ് പിന്നീട് എൻ്റെ ഗുരുനാഥന്മാരായിട്ട് ഇതിൽ മാറുന്നത്. അവരാണ് ഒത്തിരി ഹെൽപ്പ് ചെയ്ത് തന്നതും എല്ലാം. അവർക്ക് നമ്മളിതിൽ പഠിക്കാൻ താല്പര്യം എന്ന് പറയുമ്പോൾ അവർക്ക് ശേഷമൊന്നും പിന്നെ പുതിയ തലമുറ ആരും പഠിക്കാൻ മെനക്കെട്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള താല്പര്യപ്പെട്ട് വരുമ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടാവുന്നു. ചെറിയ കാര്യം, ഇപ്പൊ ചായക്കടയിൽ ചെന്ന് ഞാനും ചെറിയ വാക്കുകളൊക്കെ ഇതിൽ പറയും, മൂപ്പര് അതിൽ മറുപടി പറയും. അങ്ങനെ സാവധാനം ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ട് സാധാരണ പുസ്തകങ്ങളൊക്കെ
പുസ്തകം എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയ ഒരു പുസ്തകം മാത്രമേ ഇപ്പോൾ ഇതിലുള്ളൂ ശരിക്കും. ഉള്ളൂ. ഇത് ഞാൻ പഠിച്ചെടുത്ത് ഇതിൻ്റെ ആശയം പ്രചരിപ്പിക്കാനായിട്ട് മലപ്പുറം ഭാഷ മൈഗ്രൂഡ് എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ എഴുതുന്നുണ്ടായി. അതിൽ ഇതിന് നിയമങ്ങൾ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്. അത് ഇതിൻ്റെ ഒരു പ്രചരണത്തിന് വേണ്ടിയിട്ട് എഴുതിയ പുസ്തകമാണ് താനും. അപ്പൊ ഇരുമ്പുഴയിൽ മാത്രമാണോ ഈ മൈഗ്രൂഡ് ഭാഷ കടന്ന് കറങ്ങുന്നത്? വേറെ എങ്ങോട്ടെങ്കിലും മാറിയിട്ടുണ്ടോ? ഞാനും ആദ്യം കരുതിയിരുന്നത് അങ്ങനെയാണ്, മലപ്പുറത്ത് ഇരുമ്പുഴിയിൽ മാത്രമേ ഉള്ളൂ എന്നാണ്. പിന്നീട് നമ്മൾ എന്താ വെച്ചാൽ പല സ്ഥലത്തുകൾ പല രീതിയിലൊക്കെ നമ്മളിങ്ങനെ അറിയപ്പെട്ട പല ഭാഗങ്ങളിൽ ഇതുണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഒരു 2008-2009 സമയത്തൊക്കെ നമ്മളെ 2007 തോന്നുന്നു മാതൃഭൂമി പത്രത്തിൽ ഞങ്ങൾ 4 പേര് പെരുമ്പുഴിക്കാരായ, ഞാൻ നേരത്തെ പറഞ്ഞ തോരപ്പ മുഹമ്മദും വലിയ കുഴിയിൽ മുഹമ്മദ് എന്ന് പറഞ്ഞ ആളും പിന്നെ കരേക്കടവത്ത് ഹസൻ എന്ന് പറയുന്ന ഒരാളും ഞാനും കൂടിയിരുന്നൊരു ഇത് സംസാരിക്കുന്നത് മാതൃഭൂമിയിൽ പത്രത്തിൽ വാർത്തയിട്ട് വന്നു. അത് കണ്ടപ്പോൾ കുറേ ആളുകൾ ഞങ്ങളുടെ നാട്ടിൽ ഇത് പറയുന്നുണ്ട് എന്ന രീതിയിൽ സംസാരിച്ചു തുടങ്ങി. വളാഞ്ചേരി സംസാരിക്കുന്നുണ്ട്, പല ആമയൂർ സംസാരിക്കുന്നുണ്ട്, പല സ്ഥലത്ത് അങ്ങനെ വന്നു. മലപ്പുറം ജില്ലയിൽ തന്നെ പലയിടത്തുണ്ടെന്ന് മനസ്സിലായി. പിന്നെ അതോടുകൂടി ഇതിന് കൂടുതൽ പ്രചാരം കിട്ടി. പിന്നെ ഒരു 2011-13 കൃത്യമായിട്ട് മാതൃഭൂമി ഫ്രണ്ട് പേജിൽ കേരളം മുഴുവൻ ഇതായിട്ട് ബന്ധപ്പെട്ട വാർത്ത വന്നു. ഇപ്പോഴും സംസാരിക്കുന്ന മലബാറിന്റെ ഗൂഢഭാഷ എന്ന് പറയും. ഫ്രണ്ട് പേജിലെ ഫസ്റ്റ് ലീഡ് ന്യൂസ് എന്നൊക്കെ പറയില്ലേ, പ്രധാനപ്പെട്ട ഞങ്ങളുടെ ചിത്രം വെച്ചിട്ടാണ് വന്നത്. കേരളത്തിലെ എല്ലാ 10 എഡിഷനുകളിലും ഫ്രണ്ട് പേജായിട്ടാണ് വന്നത്. അതിൻ്റെ താഴെ എൻ്റെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. ആ ഫോൺ അന്ന് രാത്രി പിറ്റേ ദിവസം പത്രം ഇറങ്ങി പിറ്റേ ദിവസം എൻ്റെ ഫോണിന് ഒരു വിശ്രമം ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മൈഗ്രൂഡ് അറിയാമെന്ന് പറഞ്ഞ് വിളിച്ച ആളുകൾ ഇപ്പം നമ്മൾ വടക്ക് ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാസർഗോഡ് ഒഴിവാക്കി കഴിഞ്ഞാൽ കണ്ണൂരിൽ നിന്ന്, വയനാട്ടിൽ നിന്ന്, കോഴിക്കോട് നിന്ന്, പിന്നെ മലപ്പുറം ജില്ലയിൽ വ്യത്യസ്ത ഭാഗത്ത് നിന്ന്, തൃശ്ശൂരിൽ നിന്ന്, പാലക്കാട് നിന്ന്, എറണാകുളത്ത് നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 7 ജില്ലകളിൽ നിന്ന് ഇത് സംസാരിക്കുന്ന കുറച്ച് ആളുകൾ, നേരത്തെ പറഞ്ഞ പോലെ ഒരു ജനസമൂഹത്തിൽ വളരെ കുറഞ്ഞ ആളുകൾക്ക് ഇത് ഉണ്ടായിരിക്കുള്ളൂ, നല്ല താല്പര്യമുള്ളവരത് പഠിക്കാൻ ശ്രമിക്കുള്ളൂ. അങ്ങനെയുള്ള കുറേ ആളുകൾ അന്നിങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു അധികം പ്രായമുള്ളവരാണ്. 2013 ഇപ്പം 2025. പല ആളുകൾ മരിച്ചു പോയിട്ടുണ്ടാവും. എന്നെ പഠിപ്പിച്ച നേരത്തെ പറഞ്ഞ 3 പേരും എന്ത് ചെയ്തു, മരിച്ചുപോയി. 3 പേരും മരിച്ചു, ഇപ്പം ആരുമില്ല. ഈ മൈഗ്രൂഡ് ഭാഷയുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ്? അതിൻ്റെ ഒരു എന്തായാലും നല്ല ഭാഷാ തൽപരരായ ആളുകളുടെ അടുത്ത് ഇപ്പം നമ്മളൊരു കൂട്ടം കൂടുന്ന സമയത്ത് നമുക്ക് താല്പര്യമുള്ള 2 കാര്യങ്ങൾ വ്യത്യാസപ്പെട്ട് സംസാരിക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, മറ്റൊരു അറിയാതെ സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, അങ്ങനെ കുറച്ച് ഏതോ ഒരു നല്ല താല്പര്യമുള്ള ചെറിയൊരു ഗ്രൂപ്പായിരിക്കും ഇത് രൂപപ്പെടുത്തിയിട്ടുണ്ടാവുക. പിന്നീട് ഇതിന് പല കാലഘട്ടങ്ങളിലും പല ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. മെയിനായിട്ട് എങ്ങനെയായിരിക്കും ഈ ഭാഷ വന്നിട്ടുണ്ടാവുക? അത് ഒരു കൗതുകം തന്നെയാണ്, കൗതുകത്തിന് തന്നെ ഉണ്ടായിരിക്കുക. പിന്നെ കാലം കൊണ്ട് ഇതിങ്ങനെ താല്പര്യമുള്ള, ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ മറ്റൊന്നും ഇല്ലാത്ത കാലത്ത് ആളുകൾക്ക് രസമാണല്ലോ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ താല്പര്യരായ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇതിന് പ്രചാരം വന്നിട്ടുണ്ടായിരിക്കുക. പിന്നെ ഇതിനൊരു ചരിത്രപരമായ ഒരു ആവശ്യം വരുന്ന സമയം 1921 മലബാർ പോരാട്ടത്തിന്റെ സമയത്താണ്. 21-ലാണ്. അന്നത്തെ കാലത്ത് പോരാളികളായ ആളുകൾ ജയിലിൽ കിടക്കുന്ന സമയത്ത് പുറമെയുള്ള സംഭവവികാസങ്ങളൊക്കെ പരസ്പരം സംവദിക്കാനായിട്ട് ഇത് സംസാരിച്ചിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിനർത്ഥം അന്നത്തെ കാലത്ത് കുറേയേറെ ആളുകൾക്ക് ഇത് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടാണല്ലോ പരസ്പരം സംവദിക്കാൻ. കാരണം പലപ്പോഴും ഈ ജയിൽവാടന്മാരായിട്ടുണ്ടായിരുന്ന മലയാളികൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കേൾക്കാൻ, അവർക്ക് മനസ്സിലാവാത്ത വേണം സംസാരിക്കാനായിട്ട്. അങ്ങനെ വന്നു. പിന്നെ അതിനുശേഷം പിന്നെയും ഈ പാത്ര കച്ചവടക്കാരായ ആളുകൾ പാത്രം കച്ചവടം ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്തു, വേറെ നാട്ടിൽ പോയിട്ട് തങ്ങളുടെ ഈ ഭാഷയുടെ പ്രത്യേകതകളൊക്കെ പറഞ്ഞു കൊടുത്ത്, അപ്പോൾ അങ്ങനെ ഒരു പ്രചാരം കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്ത് ബീഡി തെരപ്പുകാരുണ്ടായിരുന്നു. പെരുമ്പുഴിയിൽ തന്നെ 3 ബീഡി കമ്പനി ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിൽ 2 ബീഡി കമ്പനിയിലെ ആളുകൾ പരസ്പരം സംവദിക്കുമായിരുന്നു സംവദിക്കുമായിരുന്നു. പിന്നെ ഈ ബീഡി കമ്പനിയിലെ ഒരാൾ തനിക്ക് കൂടുതൽ കൂലി കിട്ടുന്ന വേറെ നാട്ടിലേക്ക് പോകുമ്പോൾ ഇയാൾ ഈ ഗൂഢഭാഷയും കൊണ്ടാണ് പോകുന്നത്. അയാൾ എന്ത് ചെയ്യും, അയാൾക്ക് സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ബീഡി കമ്പനിയിൽ ഇങ്ങനെ 4-5 ആൾക്കാർ ഇങ്ങനെ അവർക്ക് സംസാരിക്കണ സമയത്ത് പുറമേ ഉള്ള ഒരാൾ വന്ന് അവിടെ ഇരിക്കുകയാണ്. അയാൾ കേൾക്കാതെ മനസ്സിലാവാത്ത രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയണവർക്ക് അപ്പോൾ ഈ ഭാഷയിൽ സംസാരിക്കും. അങ്ങനെ ഒരു കൗതുകം, അത് താല്പര്യവും കൗതുകവും വരുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഭാഷ കേളിയാണ് ശരിക്കും, ഒരു കളി തന്നെയാണ്. പിന്നെ ഈ ഗൂഢഭാഷകൾക്ക് പ്രത്യേകം ലിപി അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഹിന്ദിയൊക്കെ എഴുതുമ്പോൾ നമ്മളൊരു മേലൊരു വര,
ഇങ്ങോട്ടുള്ള ഒരു ഇല്ല, ഇത് മലയാളത്തിൽ തന്നെയാണ്. പഴയ കാലത്ത് ഇപ്പോൾ എഴുത്തുലിപിയായിട്ട് ഇത് പ്രചരിച്ചിട്ടുണ്ടാവണമെന്നില്ല. പിന്നെ നമ്മൾ ചെയ്തൊരു കാര്യം കൂടി ഇതിൽ പറയാം. നമ്മൾ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ ഇതിന് പരമാവധി പ്രചാരം കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തൊരു കാര്യം. ഇതിന്റെ കാരണം എന്താ, ഇതിന്റെ പിന്നാലെ കൂടുകയും എവിടെയൊക്കെയാണ് ഇത് സംസാരിക്കുന്നത്, അവരെ കൂട്ടായ്മ കൂട്ടിച്ചേർക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഈ 2013 പത്രവാർത്ത വന്നു എന്നതിന് ശേഷം നമ്മൾ എല്ലാ വർഷവും ഒരു ഏപ്രിൽ മെയ് മാസത്തിൽ ഇതിൻ്റെ സംഗമം സംഘടിപ്പിക്കാണ്. പത്രത്തിലും സോഷ്യൽ മീഡിയയിലൊക്കെ പരസ്യം കൊടുത്തിട്ട് ഇതിൽ സംസാരിക്കാൻ അറിയുന്നവരും കേൾക്കാൻ താല്പര്യമുള്ളവരും പഠിക്കാൻ താല്പര്യമുള്ളവരും കൂടിച്ചേരി അറിഞ്ഞിട്ട് മഞ്ചേരി മലപ്പുറത്തുള്ള ഏതെങ്കിലും സ്കൂളുകളിലൊക്കെ നമ്മൾ കൂട്ടായ്മ വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ പലരായിട്ട് വന്നിട്ടുണ്ട് ഇത് പറയാൻ സംസാരിക്കാനായിട്ട്. അപ്പോൾ അവരിലേക്കൊക്കെ അവരൊന്നും പഠിച്ച് മനസ്സിലാക്കാൻ മെനക്കെട്ടല്ല, പക്ഷെ അതിൻ്റെ ഒരു നിയമങ്ങളും എന്താണ് ഇതെന്നൊക്കെ കൗതുകങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കാലത്താണ് നമ്മൾ കൊറോണ വരുന്നത്. ഈ കൊറോണ വരുന്ന സമയത്ത് നമുക്കറിയാം കൂട്ടായ്മ ഇല്ലാതെ പോവുക എന്നുള്ളതാണല്ലോ കൊറോണയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ അങ്ങനെ ഒരു കാലത്ത് ആ സമയത്താണ് എന്നപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്ന ആലോചിക്കുമ്പോൾ ഞാൻ വെറുതെ രസമായിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിക്കളയാം. വാട്സപ്പ് ഗ്രൂപ്പിൽ എന്ത് ചെയ്തു, കുറേ ആളുകളെ ആഡ് ചെയ്തു. ആളുകളെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പരസ്യം കൊടുത്ത് വാട്സപ്പിലെ പരസ്യം കുറേ ആളുകളിൽ ചേർന്നു. വാട്സപ്പിന് ലിങ്ക് ആയിട്ടിരുന്നത്. അങ്ങനെ 1 തുടങ്ങി 2 തുടങ്ങി 3 തുടങ്ങി 3 മാറി. താല്പര്യമുള്ളവർ പിന്നെയും കൂടി വന്ന് അവസാനം 15 എത്തിച്ചേർന്നു. വാട്സപ്പ് ഗ്രൂപ്പ് 15 വാട്സപ്പ് ഗ്രൂപ്പിൽ എത്തിച്ചേർന്നു. 7 വരെ ഞാൻ തന്നെയാണ് പഠിപ്പിച്ചിരുന്നത്. എന്നും രാത്രി ഒരു 8 to 9 സമയത്ത് ഓൺലൈനിൽ വരും. ആ സമയത്ത് ആൾക്കാർ വരും. വാട്സപ്പിൽ ആവുകൊണ്ട് പിന്നെ അവർക്ക് ഒഴിഞ്ഞ സമയത്ത് കേൾക്കാം. പിന്നെ നമ്മളെന്നും അതിന് ഹോംവർക്ക് കൊടുക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ 7-8 ഗ്രൂപ്പൊക്കെ ആകുമ്പോഴേക്ക് ഞാൻ പഠിപ്പിച്ച കുറേ കുട്ടികൾ നമ്മളുടെ കൂടെ ഉണ്ട്. അവരായിരുന്നു പിന്നെ കൈകാര്യം ചെയ്ത്. ഞാൻ എന്ത് ചെയ്യുന്നു, അതിന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കൊടുക്കും. ഇടയ്ക്ക് ഞാൻ വരും, അവസാന ദിവസവും ഞാൻ വരും. അങ്ങനെ 8 ദിവസം ഒരു കോഴ്സായിട്ട് അങ്ങനെ നടത്തി 15 ഗ്രൂപ്പ് വരെ നമ്മൾ നടത്തി. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ നമുക്കൊരു മടുപ്പുണ്ടാവുമല്ലോ. അങ്ങനെ കുറെ കഴിഞ്ഞ് അങ്ങനെ സാധാരണ നിന്ന് പോവുകയുണ്ട്, നിർത്തിക്കളയാ ചെയ്തിട്ടുണ്ടായി. അങ്ങനെ ഇതിപ്പോ ശരിക്ക് നമ്മളിപ്പോൾ പറഞ്ഞ മലപ്പുറം ജില്ല, നമ്മൾ ഈ പറഞ്ഞ ഒരു ഏരിയ എന്നൊക്കെ വിട്ടിട്ട് തിരുവനന്തപുരത്തുള്ള ആൾക്ക് മൈഗ്രൂഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട് ശരിക്കും. ഏകദേശം ഈ ഒരു 256 പേരാണ് അന്ന് ഗ്രൂപ്പിൽ ഒരാൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാവാൻ അന്നത്തെ നിയമം. അതിലൊരു 200 പേരിന് മേലെ എല്ലാ ഗ്രൂപ്പിലും ഉണ്ടായിരുന്നു. പിന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കഴിഞ്ഞ് അടുത്ത വാട്സപ്പ് ഗ്രൂപ്പിൽ ഇവർക്ക് തന്നെ ജോയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, പിന്നെയും ജോയിൻ ചെയ്യാം. അങ്ങനെ ഏകദേശം ഒരു 10,000-ഓളം ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിച്ചു. അത് മലപ്പുറം ജില്ലക്കാരിലായുള്ള ആൾക്കാർ, ഗൾഫിൽ ജോലി ചെയ്യുന്ന കുറേ 10ഓളം വിദേശ രാജ്യത്തുള്ള ആളുകളും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മലേഷ്യയിലുള്ളവരുണ്ടായിരുന്നു, ഗൾഫിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ, ഇംഗ്ലണ്ടിലുള്ള, അങ്ങനെ വ്യത്യസ്തമായ അപ്പോൾ അവരിലേക്കൊക്കെ ഈ സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പ്രാധാന്യം. വീട്ടിൽ ആർക്കെങ്കിലും അറിയോ? മക്കൾക്കൊക്കെ അറിയോ? ഇല്ല. അവരൊന്നും പഠിക്കാൻ താല്പര്യപ്പെട്ടിട്ടില്ല ഇല്ല. പഠിച്ചിരിക്കുന്നത് നല്ലതാണെന്ന് തോന്നാറില്ലേ? ഉണ്ടെങ്കിൽ പോലും ഒക്കെ താല്പര്യം വേണം. താല്പര്യമുള്ള ആളുകളാണ് ഇത്. അല്ലെ ഞാൻ ഞാൻ പഠിപ്പിക്കുന്ന എല്ലാ ക്ലാസ്സിലും ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട്. പറഞ്ഞു കൊടുക്കുകയും കുട്ടികൾ കൗതുകത്തിനൊക്കെ ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നില്ല, അതിനപ്പുറത്തേക്ക് അവർ പോവാറില്ല. താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നമുക്ക് ഇന്നും ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ റെഡിയാണ്, താല്പര്യമാണ്. അപ്പൊ അധ്യാപകനും കൂടെ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്കൂളിലെ മക്കളൊക്കെ ഈ ഒരു ഭാഷ പഠിച്ചു വെച്ചാൽ മാഷിനെ ചീത്ത വിളിക്കണം താല്പര്യം തോന്നിയാൽ അതിന്റെ ഒരു സതുദ്ദേശം നമ്മൾ ചിന്തിച്ചു നോക്കുക. ഒരു വ്യത്യസ്തമായ സാധനം പഠിച്ചു വെക്കുന്ന രസം. ഗൂഢഭാഷ എന്നുള്ളത് മലപ്പുറം ശരിക്കും ലോകം മുഴുവനുണ്ട്. ഇപ്പൊ കേരളത്തിൽ തന്നെ വ്യത്യസ്തമായ ഗൂഢഭാഷകളുണ്ട്. അതിൽ മൈഗ്രൂഡിനെ നമ്മൾ പറയുമ്പോൾ മറ്റു ഗൂഢഭാഷകളെയും കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കാനും ചർച്ച ചെയ്യാനൊക്കെ വേദിയാവുന്നുണ്ട്. ഇതിന്റെ ഗൂഢത വേറൊരു രസം കൂടി ഉണ്ട്. സാധാരണ വേറൊരു ഭാഷയിലാണെങ്കിൽ ഇപ്പോൾ ഒരാളുടെ പേര് അത് തന്നെ ആയിരിക്കുമല്ലോ. ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും ഒക്കെ ആണെങ്കിലും പ്രമോദ് എന്നുള്ള പേരിൽ തന്നെ പറയാൻ പറ്റും. പക്ഷെ ഗൂഢഭാഷയായ ഇതിൽ അങ്ങനെയല്ല. പേരുകളൊക്കെ ഈ അക്ഷരത്തിൽ മാറ്റാൻ പറ്റും. അതെങ്ങനെയായിരിക്കും? പ്രമോദ് ഇപ്പൊ പ്രമോദ് നക്കോള് എന്ന് പറഞ്ഞ പേരായി മാറും. നക്കോള്. മുഹമ്മദ് എന്നുള്ള കുന്തക്കിൾ എന്നായി മാറും. അഹമ്മദ് എന്നുള്ള സന്തക്കിൾ എന്നായി മാറും. എന്റെ പേര് ശാലിനി ഡാഞ്ഞിപ്പി എന്നായി മാറും. അമൽ എന്നുള്ളത് സക്കഞ്ഞി എന്നായി മാറും. അങ്ങനെ എല്ലാം നമുക്ക് മാറ്റാൻ പറ്റും. അതോടൊപ്പം തന്നെ അക്കങ്ങള് 1, 2, 3, 4 എന്നുള്ളതൊക്കെ സൊപ്പ്, ചഷ്, കൂപ്പ്, പാഞ്ഞ്, സമ്പ്, സാണ്, സേജ്, സെവ്, സൊഞ്ചള്, നള്ള്. 100 എന്നുള്ളത് പൂണ് എന്നായി മാറും. 1000 എന്നുള്ളത് സാങ്ങിജം എന്നായി മാറും. അങ്ങനെ അക്കങ്ങൾ മാറ്റി പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പേര് മാറ്റി പറയാൻ, സ്ഥലപ്പേര് മാറ്റാം. ഇപ്പൊ മഞ്ചേരി എന്നുള്ളത് കമ്പേജി എന്നായി മാറും. നിലമ്പൂർ എന്നുള്ളത് പിഞ്ഞഞ്ചൂൺ എന്നായി മാറും. കോഴിക്കോട് എന്നുള്ളത് മോജിമോ എന്നായി മാറും. കോട്ടയം എന്നുള്ളത് മോവങ്ങ എന്നായി മാറും. കോയമ്പത്തൂർ എന്നുള്ളത് മോങ്ങഞ്ചള്ളൂർ എന്നായി മാറും. അങ്ങനെ സ്ഥലപ്പേരുകൾ മാറ്റി പറയുന്നതോടുകൂടി ഇത് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത വേറെ എന്തോ ഒരു സംഭവമായിട്ട് തോന്നും. ഒരിക്കലും മനസ്സിലാവില്ല. മൈഗ്രൂഡ് അല്ലാതെ മറ്റേതെല്ലാം ഗൂഢഭാഷകൾ അറിയാം?
എനിക്ക് അങ്ങനെ കാര്യമായിട്ട് അറിയുന്നത് ഈ മൈഗുഡ് തന്നെയാണ്. പക്ഷെ ഗൂഢഭാഷകൾ പലതുമായിട്ട് പലതും നമുക്ക് പരിചയമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മൈഗുഡിന്റെ നിയമം പോലെ തന്നെ കുറച്ച് നിയമത്തിൽ മാറ്റി വെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഗൂഢഭാഷയാണ് മൂലഭദ്രി എന്ന് പറയും. മൂലഭദ്രീയം, മൂലദേവീയം, മ്ലേച്ഛിത വികല്പം തുടങ്ങിയ പേരുകളിലുള്ളത്. അത് തിരുവിതാംകൂർ രാജാവിന്റെ ഇടയിൽ പ്രചരിച്ചിരുന്നായിരുന്നു. മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന നോവലില് ഈ ഗൂഢഭാഷ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതില് അക്ഷരങ്ങൾ തമ്മിലുള്ള വിനിമയങ്ങളാണല്ലോ, അക്കങ്ങൾ തമ്മിലുള്ള വിനിമയമായിട്ട് ഉപയോഗിക്കുന്ന കടബയാതി അറിഞ്ഞ ഗൂഢഭാഷയുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മൾ ഫാൻസി കടയിലൊക്കെ നിങ്ങൾ പോയാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവിടെയൊക്കെ വില എഴുതി വെക്കുന്നത് നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല, അവർക്ക് നോക്കിയാൽ മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ അത് പലപ്പോഴും ഓരോരുത്തരും ഓരോ രീതിയാണ് ഉപയോഗിക്കുക. പൊതുവെ 10 അക്കങ്ങളുള്ള 10 അക്ഷരങ്ങളുള്ള ഒരു വാക്ക് കാണും നമ്മൾ. ഇപ്പോൾ ഞാൻ ഒരു സൂപ്പർ ലേഡിഫ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കാം. എസ് എന്നുള്ളത് 1, യു എന്ന് പറഞ്ഞാൽ 2, ഇ പി എന്ന് പറഞ്ഞാൽ 3, ഇ എന്ന് പറഞ്ഞാൽ 4. അപ്പൊ അങ്ങനെ എന്ന് വെച്ചാൽ ഇപ്പൊ 11 എന്നാണെങ്കിൽ എന്തായി മാറി, SS എന്നിട്ടാൽ 11 രൂപയ്ക്ക് ഈ സാധനം വാങ്ങിയതാണ്, വിൽക്കേണ്ടത് 14 രൂപയ്ക്കാണ്. അപ്പൊ എന്തായി മാറി, SEക്ക് വിൽക്കണം, 11 വിലയ്ക്ക് വാങ്ങിയിട്ട് അപ്പൊ SS എന്ന് മുകളിൽ എഴുതിയിരിക്കുന്നു, താഴെ SE എന്ന് എഴുതി വെച്ചാൽ 14 രൂപയ്ക്ക് വിൽക്കണം എന്നായി മാറും. അങ്ങനെ നമുക്ക് ചുറ്റും തന്നെ ഈ ഗൂഢഭാഷകളുണ്ട്. പിന്നെ പഴയ കാലത്ത് ഈ ചന്തയില് പശുക്കളെ വെക്കുന്ന കാലിച്ചന്തയില് അവര് ഇത് ഉപയോഗിക്കാറുണ്ട്. ഇദ്ദേഹത്തെ ഒരു ഗൂഢഭാഷയുണ്ട് അവർക്ക്, അക്കങ്ങളാണത്. ഇപ്പോൾ 1, 2 എന്നൊക്കെ വാച്ച, മുറിമാച്ച, കരാതി, തട്ടം, പണയം എന്നൊക്കെ പറഞ്ഞിട്ട് അവര് 1 മുതൽ 10 വരെ വെക്കുന്ന വാക്കുകൾക്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ അവര് അക്ഷരങ്ങൾ അവരുടേതായ ഗൂഢതയിൽ കണ്ടിട്ട് അവരെന്ത് ചെയ്യുന്നു, പരസ്പരം ആശയവിനിമയം നടത്താനായിട്ട് ഉപയോഗിക്കുമായിരുന്നു. വേറൊരാൾക്ക് മനസ്സിലാവും, അവർക്ക് മാത്രമേ മനസ്സിലാവൂ. അങ്ങനെ വ്യത്യസ്തമായ ഗൂഢഭാഷകൾ ലോകം മുഴുവനും ഉണ്ട്, കേരളത്തിലും ഉണ്ട്. ഇപ്പൊ ഈ മൈഗുഡ് ഭാഷയെ കുറിച്ചിട്ട് സാറ് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ പുസ്തകങ്ങളിലൊക്കെ വായിച്ചാലും ഈ ഭാഷ പഠിച്ചെടുക്കാനായിട്ട് ഈസിയാണോ? പലപ്പോഴും എന്താ വെച്ചാൽ പ്രാക്ടീസ് ആണ് ഇതിന് ഏറ്റവും പ്രധാനം. ഹോസ്റ്റലിൽ നമ്മൾ നീന്തൽ പഠിക്കുക അറിഞ്ഞ പോലെയാണ്. ഇത് പഠിച്ചിട്ട് വേറൊരാളുടെ നമ്മൾ ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധാരണ ജീവിതത്തിൽ ഒരാൾക്ക് ആവശ്യമില്ലുള്ളത്. ഇപ്പൊ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ ഒരു സുഹൃത്തും കൂടി പഠിക്കാനുണ്ടായാലും ഞങ്ങൾ അങ്ങോട്ടും കൂടെ ആശയവിനിമയം നടത്തിയാൽ ഡെവലപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഉപയോഗിക്കാതിരുന്നത് മറന്നു പോവുകയും ചെയ്യും. നിരന്തരം നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിലെ നമ്മുടെ ഉള്ളിൽ താല്പര്യം ഉണ്ടായിരിക്കും. നിരന്തരം പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ എൻ്റെ കാര്യത്തിൽ അത്രത്തോളം നല്ല താല്പര്യം ഉണ്ടായിരുന്നു. എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ എൻ്റെ ചുറ്റും നേരത്തെ പറഞ്ഞ 3 പേരുണ്ടായിരുന്നു. ടൗണിലേക്ക് ഇറങ്ങുമ്പോൾ ഇവരെ കാണും. അപ്പൊ ഞാൻ ചെറുതായി എന്ത് ചെയ്യും, അവരോട് സംസാരിക്കും. അങ്ങനെ വന്നിട്ട് ഇപ്പൊ നിരന്തരം ഉപയോഗിക്കാത്ത തന്നെ ഉള്ളിലേക്ക് കയറിപ്പോയി വരും. അപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് അറിയാതെ അതിൽ ചിന്തിച്ചു പോകും. നമ്മളിപ്പോ ഞാൻ പൂവാട്ടോ എന്ന് പറയുമ്പോൾ ലാപ്പ് നോമ എന്നുള്ളത് അറിയാതെ എന്റെ സ്റ്റാഫ് റൂമിൽ വരെ ഞാൻ പറയാറുണ്ട്. എന്റെ ഉള്ളിൽ ആ വാക്ക് നമ്മുടെ അറിയിൽ ഉള്ളിൽ കയറിക്കൊണ്ട് നിൽക്കണം. ലാപ്പ് നോമ പറഞ്ഞാൽ ഞാൻ പോവാ എന്നുള്ളത്. ഞാൻ കുറച്ച് വാക്കുകൾ പറയട്ടെ, അത് തിരിച്ചു മൈഗുഡ് ഭാഷയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. നോക്കാം. സുഖമാണോ? ഉമം സാറോ? എനിക്ക് ദാഹിക്കുന്നു. സെപ്പിമ്മ് ലാന്തിമുപ്പു. ഒന്നുകൂടെ പറയാം. സെപ്പിമ്മ് ലാന്തിമുപ്പു. എനിക്ക് മഞ്ചേരിയിൽ പോണം. സെപ്പിമ്മ് കമ്പേജിഞ്ഞ് നോമറം. അങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഈ പറഞ്ഞ സമയത്ത് എൻ്റെ ഉള്ളിലേക്ക് ഇത് കയറിപ്പോയി കൺവേർട്ട് ചെയ്ത് ഇങ്ങോട്ട് പുറത്തേക്ക് വരണം. അപ്പൊ നമ്മൾ ഇത് അറിയുന്ന ഒരാളാണ് സംസാരിക്കണമെങ്കിലോ അയാൾ പറഞ്ഞ് നമ്മളുള്ളിലേക്ക് മനസ്സിലാക്കി എടുത്തിട്ട് തിരിച്ചു പറയണം. അപ്പൊ അത്രത്തോളം പ്രാക്ടീസ് ഉണ്ടെങ്കിലാണ് ഇത് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ എഴുതി നമുക്ക് ഈ ഒരു അക്ഷരം നമ്മുടെ മുമ്പിൽ വെച്ച് നമുക്ക് ഇത് എഴുതാൻ പറ്റും. പക്ഷെ സംസാരിക്കാൻ അത്രയും പ്രാക്ടീസ് ഉണ്ടായാലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ സംസാരിക്കുന്ന 3 പേരും അറിയാവുന്ന 3 പേരും മരിച്ചുപോയി എന്നുള്ളത് വലിയൊരു സങ്കടമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ 3 ഗുരുനാഥന്മാരും പല കാലഘട്ടങ്ങളിലും മരിച്ചുപോയി. ഒരാൾ കഴിഞ്ഞ വർഷമാണ് മരിച്ചത്. വലിയ സങ്കടമായിരുന്നു എനിക്ക്. പൊതുവെ എന്താ വെച്ചാൽ ഇത് ഇനി നമുക്ക് വേറെ ആരോട് പറയാൻ പറ്റുമോ എന്നുള്ളൊരു സങ്കടം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതേമാതിരി ഭയങ്കര ശൂന്യതയായിരുന്നു എനിക്ക്. ഇത് ഇനി ആരോട് പറയാൻ പറ്റും, ആരോടും പറയാനില്ലല്ലോ. നമ്മൾ പഠിപ്പിച്ച ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ പഠിപ്പിച്ച കുറേ ആളുകളുണ്ട്. പക്ഷെ അവരൊന്നും ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു അത്രത്തോളം മുന്നോട്ട് വന്നിട്ടില്ല. ചെറിയ വാക്കുകളൊക്കെ പറയാൻ അറിയാമെന്നല്ലാതെ അതിനപ്പുറത്ത് അത്രത്തോളം മുന്നോട്ട് വരാനായിട്ട് സാധിച്ചില്ല. പിന്നെ ആരെങ്കിലും ഇപ്പം നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും പഠിക്കാനായിട്ടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നിർബന്ധമായിട്ടും പഠിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുമുണ്ട്. അപ്പോൾ വേറൊരു രാജ്യത്തോ അല്ലെങ്കിൽ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ ഭാഷ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരായിട്ട് കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ആ ഒരു എങ്ങനെയായിരിക്കും അന്നത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? കൂടെയുള്ളവർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവൂല. പൊതുവേ ഞാനത് തേടിയൊരു സ്ഥലം ആൻഡമാനാണ്. ആൻഡമാനിൽ നമുക്കറിയാം ഈ 1921 പോരാളികളെ കൊണ്ടിട്ട ജയിലുണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ അവിടുത്തെ മലയാളികളായുള്ള കുറേ ആളുകളെ പലതരത്തിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ട് അവർക്കൊന്നും
ഇത് സംസാരിച്ചതായിട്ട് അവരുടെ തലമുറ പറഞ്ഞു കൊടുത്തായിട്ട് ഓർമ്മയില്ല, ആരും പറഞ്ഞില്ല. പക്ഷേ നമ്മൾ അപൂർവം ചില സമയങ്ങളിൽ, ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഒരു സഹപ്രവർത്തകൻ, മൂപ്പരോട് ഞാൻ ഒരു തവണ പറയുന്ന സമയത്ത് മൂപ്പര് പറഞ്ഞു എൻ്റെ അമ്മായിക്ക് ഇത് അറിയാമെന്ന് പറഞ്ഞു. അപ്പം അമ്മായിനെ പോയി കണ്ടു. അമ്മായിനെ പോയി കണ്ട സമയത്ത് അവർക്കിത് അറിയാമെന്നല്ലാതെ താൻ എന്താ ഉപയോഗിച്ചിരുന്നത്, തൻ്റെ ആംഗ്ലയുമായിട്ട് അവർ സംസാരിച്ച ഓർമ്മയൊക്കെ അവർ പറഞ്ഞു. എല്ലാം. പക്ഷെ അവരോട് എന്താ പറയുക, ഏതോ ഒരു വാക്ക് ഞാൻ പറഞ്ഞപ്പോൾ അത് കേട്ടിട്ട് അതിന് ഇന്നതല്ലേ പറഞ്ഞു. അപ്പം അത്രയും മറന്നുപോയി എന്നുള്ളതാണ്. അപ്പം നിരന്തരം ഉപയോഗിക്കാഞ്ഞാൽ ഇത് എന്ത് ചെയ്യും, തേഞ്ഞു മാഞ്ഞു പോകും ശരിക്കും. പിന്നെ ലോകത്ത് പലയിടങ്ങളിലായിട്ട് ഇത്തരം ഗൂഢഭാഷകൾ പല സ്ഥലത്തായിട്ടുണ്ട് ശരിക്കും. ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത, ശരിക്ക് ചരിത്രപരമായുള്ള ഇതിൻ്റെ പ്രത്യേകത നമുക്ക് പറയാവുന്നത് എന്താ വെച്ചാൽ, ഒരു സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ബ്രിട്ടീഷുകാരായുള്ള ആളുകളെ കബളിപ്പിക്കാനായിട്ടൊരു ഗൂഢഭാഷ ഉപയോഗിച്ചു എന്നുള്ളത് ഇതിൻ്റെ ഒരു ചരിത്രപരമായ പ്രത്യേകതയാണ്. അങ്ങനെ ലോകത്ത് വേറെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പിന്നെ പാരമ്പര്യമായിട്ട് നാട്ടുവൈദ്യർ കുടുംബവും കൂടെയാണ്. അപ്പോൾ നാട്ടുവൈദ്യത്തിന് ഇന്നത്തെ കാലത്തുള്ള ഒരു പ്രാധാന്യം എത്രത്തോളമൊക്കെയാണ്? ഞാൻ എൻ്റെ ഒരു പശ്ചാത്തലം ഞാൻ പറയാം. ഞങ്ങൾ എൻ്റെ മുൻതലമുറയിൽ അച്ഛനും അച്ഛനും അങ്ങനത്തെ മുമ്പത്തെ അച്ഛൻ അറിയുന്ന തലമുറകൾ മുഴുവൻ വൈദ്യന്മാരാണ്. എൻ്റെ വല്യച്ഛൻ വൈദ്യനായിരുന്നു. ഇപ്പം എൻ്റെ കുടുംബത്തിൽ തന്നെ കല്യാണം കഴിച്ചുകൊണ്ടായ പലരും വൈദ്യ കുടുംബങ്ങളിലേക്കാണ് കൊണ്ടുപോയത്. സ്വാഭാവികമായിട്ട് നമ്മൾ ചെറുപ്പം മുതൽ തന്നെ ഇതിനോട് താല്പര്യം ഉണ്ടാവുകയും നമ്മൾ ചോറുണ്ണുന്നതും ചായ കുടിക്കുന്നതൊക്കെ മരുന്നരയ്ക്കുന്നതിൻ്റെയും ഇതിൻ്റെയൊക്കെ ഇടയിലിരുന്നു കൊണ്ടാണ് വീട്ടിൽ ചെയ്യുന്നത്. അതിന് പണിക്കാരും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അച്ഛനും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഞാൻ ഈ PG കഴിഞ്ഞ് PhD എടുക്കാൻ നോക്കണം, എന്താണ് ഡോക്ടറേറ്റ് വിഷയം നോക്കുമ്പോൾ ഞാൻ മറ്റൊന്നും ആലോചിച്ചില്ല, എന്താണ് നാട്ടുവൈദ്യം തന്നെയാണ് PhD എന്ന്. അങ്ങനെ ഒരു 1999 PhD തുടങ്ങുകയും 2010 ഈ വിഷയത്തിൽ PhD അവാർഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതിനായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് യാത്രകൾ, ഒരുപാട് പേരുമായിട്ട് സംവദിക്കുകയും ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കൺക്ലൂഷനാണ് ഈ എന്താ പറയുക, ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ പുസ്തകം, നാട്ടുവൈദ്യം ഫോക്ലോർ പഠനം എന്നുള്ള പേരിൽ. അപ്പോൾ അതിൽ നമ്മളുടെ ഈ ഇത്തരം ആശയങ്ങളൊക്കെ പരമാവധി നമ്മളിതിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വിശ്വാസം തന്നെയാണ്, പരസ്പരം വൈദ്യനും രോഗിയും തമ്മിലുള്ള വിശ്വാസം തന്നെയാണ് ഈ ഒരു എന്താ പറയുക, ഈ ഒരു നാട്ടുവൈദ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മളിപ്പോൾ വൈറ്റമിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ചിന്തിക്കണം. നമ്മൾ വൈറ്റമിൻ കണ്ടെത്തിയിട്ടല്ല ആളുകൾ മുരിങ്ങയുടെ ഇല ഉപയോഗിക്കാൻ തുടങ്ങിയത്. അന്നത്തെ കാലം ഇറച്ചി ഉപയോഗിക്കാനോ മീൻ ഉപയോഗിക്കാനോ തുടങ്ങുന്ന അതിൽ പ്രോട്ടീൻ ഉണ്ട് എന്ന് മനസ്സിലാക്കിയോണ്ടല്ലോ മുട്ട ഉപയോഗിക്കാൻ തുടങ്ങിയത് പ്രോട്ടീൻ മനസ്സിലാക്കി. നമ്മൾ ഉപയോഗിച്ച സാധനത്തിൽ നിന്ന് പിന്നെ പ്രോട്ടീനും വൈറ്റമിനും ഒക്കെ കണ്ടെത്തിയതാണ്. അതേപോലെ അത് നമ്മളായിട്ട് ഈ വൈദ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ആളുകൾ രോഗം ഉണ്ടാകുന്നു, ഭക്ഷണം കണ്ടെത്തി അതേ പ്രോസസ്സിൽ തന്നെ ആളുകൾ എന്ത് ചെയ്യുന്നു, മരുന്നും കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ആ മരുന്ന് കണ്ടെത്തുന്നു, അത് തങ്ങളുടേതായ ജീവിത പരിസരത്തു നിന്നും. ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്നൊരു രോഗത്തിന് അമേരിക്കയിൽ മരുന്ന് അന്നത്തെ കാലത്ത് ഉണ്ടായിട്ട് കാര്യമില്ല, ഇന്ന് പറ്റും, പഴയ കാലത്ത് പറ്റില്ല. അപ്പോൾ തനിക്ക് ചുറ്റുമുള്ള പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് അതിലെ പരമാവധി മരുന്നുകളും കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ നസസ്യം അനൗഷധം എന്ന് പറയാറുണ്ട്. ഒരു സസ്യവും ഔഷധമല്ലാതില്ല. പിന്നെ അതിലും വിശദമായിട്ട് പറയുകയാണെങ്കിൽ ജഗത്യേവം അനൗഷധം എന്ന് പറയാറുണ്ട്. ജഗത്തിൽ ഭൂമിയിൽ ഔഷധമല്ലാതായിട്ട് മറ്റൊന്നുമില്ല എന്ന് പറയാറുണ്ട്. അത്രത്തോളം മരുന്ന് ലോകം നമ്മൾക്ക് ചുറ്റും തന്നെയുണ്ട്. അതിനെ പലപ്പോഴും നമുക്കറിയാം, പ്രകൃതിയിൽ നിന്നും മറ്റൊക്കെ നമ്മൾ അകന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചുറ്റും തന്നെ ഇത്തരം മരുന്നുകളുണ്ട്, അതിനെ ഉപയോഗിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്, സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് വളരെ യാഥാർത്ഥ്യമാണ്, ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇത്തരം പ്രൊമോഷനുകൾ, ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ വീട്ടിലൊക്കെ തന്നെ ഈ പനിക്കൂർക്കയില, അതുപോലെ തന്നെ തുളസി, മഞ്ഞൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ജീരകം ഉപയോഗിക്കുന്നത്. അടുക്കളയിൽ തന്നെ നമുക്ക് ഒരുപാട് മരുന്നുകളെ കാണാൻ പറ്റും. ശരിക്കും അടുക്കളയിൽ തന്നെ കാണാൻ പറ്റും. ചുറ്റുപാട് നമ്മൾ ഉപയോഗിക്കുന്ന പല എന്താ പറയുക സസ്യങ്ങളും ഔഷധം തന്നെയാണ്. ഇപ്പോൾ വീടുകളിലൊക്കെ നമ്മൾ പെട്ടെന്ന് ഔഷധത്തോട്ടം ഉണ്ടാക്കണം എന്നൊക്കെ സാറ് ചിലപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും മക്കൾക്ക്. അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? എന്തെങ്കിലും ഒരു ചെറിയ പനിയോ തലവേദനയോ വന്നാൽ എല്ലാവരും ഈ മോഡേൺ മെഡിസിനാണ് സാധാരണ ആശ്രയിക്കാറുള്ളത്. നാട്ടുവൈദ്യത്തിന് അവരെ നല്ല രീതിയിൽ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. അശാസ്ത്രീയമാണെന്നാണ് അവർ പലരും പറയുന്നത് തന്നെ. സാറിൻ്റെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? പൊതുവെ എന്താണെന്ന് വെച്ചാൽ, ഈ മോഡേൺ മെഡിസിനെ നമ്മൾ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള പക്ഷക്കാരനല്ല ഞാൻ. ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ വീടുകളിൽ വേണം അത്യാവശ്യം ഉണ്ടെങ്കിൽ, ഒരു ജലദോഷം വരുന്നു, ഒരു പനി വരുന്നു, ഒരു വായ്പുണ്ടുണ്ടാവുന്നു, ചെറിയൊരു മുറിവുണ്ടാവുന്നു, അങ്ങനത്തെയൊക്കെ പശ്ചാത്തലത്തിൽ നമുക്ക് ചുറ്റുള്ള മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കതിന് മാറ്റാനായിട്ട് പറ്റും.
ശരീരത്തിന് തന്നെ ഒരു പരിധി വരെയുള്ള കുറച്ചൊക്കെ സെൽഫ് ഹീലിംഗ് ഉണ്ട്, സ്വയം ചികിത്സിക്കാനുള്ള കഴിവ് ശരീരത്തിനുണ്ട്. അതോടനുബന്ധിച്ച് നമ്മൾ ചുറ്റുവട്ടത്തുള്ള ഇപ്പൊ ആടലോടകം വീട്ടിലുണ്ടെങ്കിൽ ആടലോടകത്തിന്റെ ഇല ഇതിന്റെ നീരോ ചതച്ചരച്ചോ കുടിച്ചു കഴിഞ്ഞാൽ, മുട്ടയിലൊക്കെ ഓംലെറ്റ് അടിച്ചോ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ചുമ, കഫക്കെട്ട് തുടങ്ങിയിട്ടൊക്കെ നല്ല പരിഹാരം ഉണ്ടാവുന്നു. ഇപ്പൊ കരിനച്ചി വീട്ടിലുണ്ടെങ്കിൽ കരിനച്ചിയുടെ ഇല വായിലിട്ട് കഴിഞ്ഞാൽ, വായിലിട്ട് കടിച്ച് ചമച്ചു കഴിഞ്ഞാൽ പുണ്ണ് മാറുന്നു. പിന്നെ പൈൽസിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അയ്യമ്പന വീട്ടിലുണ്ടെങ്കിൽ ഒരു 4 ഇലയോ 3 ഇലയോ കഴിച്ചു കഴിഞ്ഞാൽ അയ്യമ്പന ഈ പൈൽസിന്റെ ഒക്കെ പ്രത്യേകിച്ച് ബ്ലഡ് ഒക്കെ പോണ തരത്തിലുള്ള പൈൽസിനൊക്കെ നല്ല ആശ്വാസം കിട്ടുന്നുണ്ട്. അങ്ങനെ നമുക്ക് ചുറ്റും സാധാരണ ഉണ്ടാവുന്നതിനൊക്കെ രോഗങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ ഒരു മൗലികവാദമായിട്ടോ ഞാൻ മറ്റൊന്നും ഉപയോഗിക്കില്ല, മറ്റതൊക്കെ തെറ്റാണെന്ന് പറയുന്ന ഒരു പശ്ചാത്തലം ആ ഒരു രീതിയിൽ ഞാനും ചിന്തിക്കാറില്ല. എന്നാൽ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾക്ക് തന്നെ ഒരു പരിധി വരെ മരുന്നുകൾക്ക് നമുക്ക് ഇടയിൽ തന്നെയുണ്ട്. അത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതവും പഥ്യവും ഒക്കെ ഉണ്ടാവണം ശരിക്കും. അപ്പൊ ചുറ്റുപാടും തന്നെ മരുന്നുകൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ശരിക്കും ചിലപ്പോൾ ഒരു പുണ്ണ് വരുന്നു, വായ്പുണ്ണുണ്ടാവുന്നു. വായ്പുണ്ടാവുന്ന ഒരു ഭൂരിഭാഗവും വായ്പുണ്ണുണ്ടാവുന്നത് ദഹന സംബന്ധമായ രോഗമാണ്. അപ്പോൾ വായ്പുണ്ണ് വരുന്ന സമയത്ത് പഥ്യത്തിൽ നല്ല പ്രാധാന്യം കൊടുക്കുക. കൂടെ നമ്മൾ ഈ കടുതച്ചിയുടെ ഇലയോ അല്ലെങ്കിൽ പനിക്കൂർക്കയുടെ ഇടയിലേക്ക് വായിലിട്ട് ചവച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് മാറുകയും ചെയ്യുന്നു. സാറിനൊരു ഔഷധത്തോട്ടമില്ലേ, അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ലക്ഷ്യം എന്താണ്? പൊതുവെ അതൊരു പ്രദർശനത്തോട്ടാണ് ശരിക്കും. വേറൊരാൾക്ക് വന്ന് കാണാൻ ഒരു ഔഷധ ഉദ്യാനം ഉണ്ടാക്കാം എന്നുള്ളൊരു മാതൃകയായിട്ട് നമുക്ക് ചെയ്യാവുന്നതല്ല. നമ്മുടെ ഉള്ളൊരു താല്പര്യം. ഞാനത് വളർത്താനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ വെച്ചാൽ, അച്ഛൻ പാരമ്പര്യ വൈദ്യനായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈദ്യശാലയിൽ ജോലിയൊക്കെ കിട്ടുന്നതിന് മുമ്പ് കുറേ കാലം ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. പല മരുന്നുകൾ നമ്മൾ ഉണക്കി ആണ് കാണുക. ഇതെന്താണെന്ന് അറിയില്ല. അപ്പോൾ താനിക്ക കാണുന്നു, താനിക്ക ഏത് മരത്തിലാണ് ഉണ്ടാവുന്നത് അറിയില്ല. കടുക്ക് കാണുന്നു, കടുക്ക് ഏത് മരത്തിലാണ് ഉണ്ടാവുന്നതെന്ന് അറിയില്ല. നിർമാതളം നമുക്കറിയാം, മാധവിക്കുട്ടിയുടെ നിർമാതളം പൂത്ത കാലം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നിർമാതളം എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് നമുക്കറിയില്ല. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇല്ലായ്മ, പലതും നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ള ഇല്ലായ്മ പരിഹരിക്കാനായിട്ട് ചെയ്തൊരു കാര്യം കൂടിയാണ് വീട്ടിലെ ഔഷധത്തോട്ടം വളർത്തുക എന്നുള്ളത്. ഇപ്പോഴും ഉണ്ട്. അത് 12-13 വർഷമായിട്ട് ഇപ്പോൾ തുടർന്നുകൊണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെന്താ വെച്ചാൽ, ഈ ഔഷധോദ്യാനം ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അവർക്ക് എവിടെ നിന്നാണ് മരുന്നുകൾ കിട്ടുകയെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഞാൻ കൊണ്ടുവയ്ക്കുകയും താല്പര്യമുള്ള ആളുകൾക്ക് അങ്ങനെ കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ശരിക്കും ഒരു 100ഓളം സ്കൂളുകളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ ഔഷധോദ്യാനം വളർത്താനായിട്ട് പ്രേരകമാവാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട്. പ്രദർശനം നടത്തിയിട്ടുണ്ടെന്ന് ഒരുപാട്. അപ്പോൾ ഇവിടെ ഏറ്റവും ആദ്യത്തെ പ്രദർശനം ഏതെന്ന് വെച്ചാൽ, ഞാൻ അത് വളർത്തി തുടങ്ങുന്ന ഒരു സമയത്തായിരുന്നു മലപ്പുറത്തെ സംസ്ഥാന കലോത്സവം നടന്നത്. അന്നായിരുന്നു ഞാൻ ആദ്യമായിട്ട് അത് നമ്മൾ ചെടികൾ ഉണ്ടാക്കി തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ വലിയ കൗതുകമായിരുന്നു. അപ്പോൾ അന്ന് കുറേ ആളുകൾ കാണാൻ വരികയും ഡെയിലി ഒരു 500 ആളുകൾ ആ പ്രദർശനം കാണാനായിട്ട് വരുമായിരുന്നു. പിന്നെ അതിനുശേഷം പല സ്ഥലങ്ങളിൽ സ്കൂളുകളും കോളേജുകളിലൊക്കെ വിളിച്ചാൽ പോവാറുണ്ട്. പിന്നെ ഔഷധ സസ്യത്തിൻ്റെ പ്രാധാന്യവും മറ്റൊക്കെ പറയുന്ന ക്ലാസ്സുകൾ നിരന്തരം എടുക്കാറുണ്ട്. NSS ക്യാമ്പുകളിലും മറ്റു പരിസ്ഥിതി ക്യാമ്പുകളിലൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെ ഒരു ഔഷധത്തിൻ്റെ ഒരു പ്രചാരകൻ എന്ന് വേണമെങ്കിൽ പറയാം, ഗവേഷകൻ, പ്രചാരകൻ എന്നൊക്കെ പറയാം. അപ്പം ഇതിനോടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതെല്ലാം വരുന്ന തലമുറയ്ക്ക് നല്ലത് തന്നെയാണ് അല്ലേ? താല്പര്യം പ്രധാനമാണ്. പിന്നെ അതിനനുസരിച്ച് നമ്മുടെ ജീവിതക്രമവും ചിട്ടപ്പെടുത്തും. ഇപ്പോൾ ഒരു ചെടി വളർത്തുമ്പോൾ വേനൽക്കാലത്ത് നമുക്ക് നനയ്ക്കണം. പല ചെടികളും വാടിപ്പോകാൻ സാധ്യതയുണ്ട്. പോയത് വേണമെങ്കിൽ പിന്നെയും കൊണ്ടുവരേണ്ടി വരും. അങ്ങനെ നിരന്തരം. പിന്നെ നമുക്കൊരു കൗതുകം. ഇപ്പം ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോ നിർമാതളം പൂക്കുന്നൊരു സമയമാണത്. ഇപ്പം നിർമാതളം എന്നുള്ളത് പലപ്പോഴും നമുക്ക് മാധവിക്കുട്ടിയുടെ കൃതിയിൽ മാത്രം പരിചയമുള്ളതാണ്. അപ്പം നിർമാതളം ഞാൻ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു 3-4-5-6 വർഷമായി വീട്ടിൽ ഉണ്ടാവാൻ തുടങ്ങിയിട്ട്. അപ്പം നമ്മൾ ആ സമയത്ത് ഫേസ്ബുക്കിലോ വാട്സപ്പിലൊക്കെ ഇത് ഷെയർ ചെയ്യുന്നു. കുറേ ആളുകൾ കാണാൻ വരാറുണ്ട്. നിർമാതളത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരും കൃതിയുടെ പേരും മാത്രമേ അറിയുള്ളൂ, ചെടി അറിയില്ല. അപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ കുറേ ആളുകൾ കാണാനായിട്ട് വരാറുണ്ട്. ഇന്ന് അശോകവും അതുപോലെ ഞാൻ ഫോട്ടോ എടുത്തിട്ടായിരുന്നു. അപ്പോൾ കേരളത്തിൽ സാധാരണ പൂക്കാലം എന്ന് പറയുമ്പോൾ ഓണക്കാലം എന്നാണ് പറയുക. പക്ഷെ പ്രകൃതിക്ക് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ചീമക്കൊന്ന നന്നായി പൂക്കുന്ന സമയമാണ്, പുല്ലാനി നല്ലോണം പൂക്കുന്ന സമയമാണ്, കൊടകപ്പാല നല്ലോണം പൂക്കും ഈ കാലത്ത്, അശോകം നന്നായി പൂക്കും, ഒക്കെ നിർമാതളം നല്ലോണം പൂക്കും. കേരളത്തിലെ എല്ലാ കാലത്തും പൂക്കാലുണ്ട്. ഏറ്റവും പ്രത്യേകിച്ച് നല്ല വേനലുള്ള സമയമാണ്. ആ സമയത്താണ് ഈ പൂക്കൾ പ്രകൃതിയെ പരിഹസിക്കുന്ന രീതിയിൽ പൂത്ത് നിൽക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മുടെ ഉള്ളിലേക്കൊരു വെളിച്ചം ഉണ്ടാക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെ ഇപ്പോൾ അശോകം നല്ലൊരു മരുന്നാണ്. സ്ത്രീകളുടെ പീരിയഡ്സുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾക്കും അശോകത്തിന്റെ പൂവും തൊലിയൊക്കെ മരുന്നാണ്. അശോകാരിഷ്ടം എന്നുള്ള അരിഷ്ടത്തിന്റെ പ്രധാന കണ്ടന്റ് ഇതാണ്. പക്ഷേ നാട്ടിൽ നിന്ന് ഈ ചെടി വളരെ അന്യം നിന്ന് പോവുകയാണ്. അത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ചില അന്ധവിശ്വാസങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് ശരിക്കും. ഇപ്പൊ അശോകവനിയിലാണ് കൊണ്ടുപോയിട്ട് സീതേനെ കൊണ്ടുപോയിട്ട് ഇരുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ പല ആളുകളും ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിപ്പോവോ
ഈ ചെടി വളർത്തിയാല് തെറ്റി പോവോ എന്നുള്ള പേടിച്ചിട്ട് പല ആൾക്കാരും വളർത്തൂല. ഞാൻ ഏതായാലും വളർത്തണം. എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. ഭാര്യ ഇതുവരെ തെറ്റിപ്പോയിട്ടില്ല. അപ്പൊ ധൈര്യമായിട്ട് വളർത്താന്നുള്ളതാണ്. ഞാനൊരു ദിവസം എൻ്റെ സ്കൂളിൽ കൊണ്ടുപോയപ്പോൾ ടീച്ചർ വലിയ താല്പര്യത്തോടു കൂടി വാങ്ങിയതിനു ശേഷം ഞാൻ ഇങ്ങനെ സംഭവം പറഞ്ഞിട്ടോ, പല വിശ്വാസങ്ങൾ അങ്ങനെ ഉണ്ട് പറഞ്ഞപ്പോൾ അപ്പോൾ ടീച്ചർ തിരിച്ചപ്പം തന്നെ തന്നിട്ട് പറഞ്ഞു ആ കാരണം കൂടി തെറ്റിപ്പോണ്ട പറഞ്ഞു. അങ്ങനെയുള്ള ഒരുപാട് വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ കൂടിച്ചേർന്ന് കൊണ്ടാണിത് ഉള്ളത്. ഇപ്പം നാരകം വീട്ടില് ഇപ്പൊ ഈ നോമ്പുകാലാണ്, വേനൽക്കാലം വരുന്നു, അക്കാലത്തൊക്കെ നാരകം വലിയ പ്രസക്തിയാണ്. പക്ഷെ നാരകം നട്ടയിടവും നായ കിടന്നിടവും നാരി ഭരിച്ചിടവും നാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാരകം എന്ത് ചെയ്യുന്നു, വീട്ടിലൊക്കെ വെട്ടിക്കളയും. എന്നാൽ നാരകം എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, അതെല്ലാം ആവശ്യമാണ്. അതിനു വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങാം. അതാണ് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഇതിലുണ്ട്. കടച്ചക്ക വളർത്തിയ കടം വളരും, അങ്ങനെയൊക്കെയുള്ള കുറെ അന്ധവിശ്വാസങ്ങൾ ഇതിലുണ്ട്. അതിനൊക്കെ അതിജീവിക്കുമ്പോഴാണ് നമ്മൾ ചെടി വളർത്തുന്നവരായിട്ടും ഒക്കെ മാറുക. വീട്ടിലിപ്പോ ഈ ഔഷധദാനത്തിലൊക്കെ അധികം കാട്ടിൽ വളർന്ന ചെടികളാണ് കുറേ ഉള്ളത്. വളർന്ന ചെടികളാകുമ്പോൾ സ്വാഭാവികമായിട്ട് കാട്ടിലെ ചെടികളും നമ്മൾ നാട്ടിൽ വെക്കാൻ പാടില്ല. ഈ പറഞ്ഞാൽ ഒരു ചെടിയും വെക്കാത്ത ആളായിരിക്കും, എല്ലാ ചെടിയും വെട്ടിക്കളയുന്ന ആളായിരിക്കും. പക്ഷെ നമ്മൾ വയ്ക്കുമ്പോൾ നമ്മളെ കുറ്റം പറയും ചെയ്യും. പിന്നെ നാട്ടിലൊരു സ്ഥലം വാങ്ങിയിട്ട് അവിടെ മരം നട്ടു വളർത്താറും പല ആളുകൾക്ക് അതൊരു പരിഹാസമായിട്ട് തോന്നും. എല്ലാം ബിസിനസ് കേന്ദ്രീകൃതമായി ചിന്തിക്കുമ്പോൾ അതിന് വ്യത്യാസമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ പ്രാന്തന്മാരായിട്ട് തോന്നാം. അതൊക്കെ അവരവർ ചിന്തിക്കാത്തേ ഉള്ളൂ. ഒരു യാത്രികനാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ കൂടുതലായിട്ട് കേരളത്തിനകത്താണോ താല്പര്യം, അതോ ഇന്ത്യക്കകത്തോ ഇന്ത്യക്ക് പുറത്തോ, എങ്ങനെയാണ് യാത്ര ചെയ്യാൻ കൂടുതലായിട്ട് താല്പര്യം? പൊതുവെ യാത്ര ചെയ്യാൻ നല്ല താല്പര്യമുള്ള അർത്ഥത്തിൽ കിട്ടുന്ന ചാൻസുകളൊന്നും പരമാവധി ഒഴിവാക്കാറില്ല. അത് കേരളത്തിനകത്താണെങ്കിലും ഏറ്റവും ചെറിയ, ഇപ്പം ഇരുമ്പുഴിയിൽ നിന്ന്, എൻ്റെ നാടായ ഇരുമ്പുഴിയിൽ നിന്ന് മഞ്ചേരിയിലേക്ക് വരുന്നൊരു ചെറിയ ദൂരം പോലും യാത്ര ആസ്വദിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു ആസ്വാദനം, പിന്നെ പഠനതലത്തിലേക്ക് എപ്പോഴും ഒരു ഗവേഷണവും താല്പര്യവും പഠനതലം മനസ്സിലുണ്ട് എന്നുള്ളതുകൊണ്ട് പരമാവധി കേരളത്തിലെ പരമാവധി സ്ഥലങ്ങളിലൂടെ യാത്ര പോകാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ കേരളത്തിന് പുറത്തേക്ക് ഇന്ത്യയുടെ ഏകദേശം ഒരു 29 സംസ്ഥാനത്തിൽ 25 സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്യാൻ ബാക്കിയുണ്ടായിട്ടുണ്ട്. പിന്നെ വിദേശങ്ങളിലേക്ക് നോക്കുമ്പോൾ ഏകദേശം 19ഓളം രാജ്യങ്ങളിൽ യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്ഥലം, ഇപ്പോൾ നമ്മളൊരു വിയറ്റ്നാം കംബോഡിയയാണ് കുറച്ച് മുമ്പ് ചെയ്തൊരു യാത്ര, കഴിഞ്ഞ വെക്കേഷനിലല്ല അതിന് മുമ്പത്തെ വെക്കേഷനിൽ പോയൊരു യാത്ര വിയറ്റ്നാം കംബോഡിയാണ്. അപ്പോൾ വിയറ്റ്നാമിലൊക്കെ നമുക്കറിയാം പഴയ കാലത്ത് അമേരിക്കയെ തോൽപ്പിച്ച ഗറില്ല പോരാളികളുണ്ട് എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു, അത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നേരിട്ട് പോയി നമ്മൾ കാണുകയാണ്. അവരുടെ ഒളിപ്പോരാളികൾ എങ്ങനെയായിരുന്നു, തുരങ്കങ്ങളിലൂടെ എങ്ങനെയാണ് അവർ യാത്ര ചെയ്തിരുന്നത്, അവരുടെ അന്നത്തെ ജീവിതം എന്തായിരുന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും പഠിച്ച കാര്യങ്ങൾ തന്നെ നേരിട്ട് കാണാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിച്ച പിസ ഗോപുരം ചെരിഞ്ഞ ഇറ്റലിയിലുള്ള, അപ്പോൾ നേരിട്ട് കാണുമ്പോൾ നമ്മളുള്ളൊരു രസം ഉണ്ടാവുന്നു. ഇപ്പം നമ്മൾ കഴിഞ്ഞ ഒളിമ്പിക്സ് നടന്ന പാരീസിൽ ഈഫൽ ഗോപുരം, ഈഫൽ ടവർ എന്ന് പറയുന്നത്, അപ്പോൾ നമ്മളത് കാണുന്നു. ആ ടവറിൻ്റെ ഒരു കാലിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലിഫ്റ്റിൽ നമ്മൾ മുകളിലേക്ക് കയറി കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതുകൊണ്ട് സന്തോഷമാണ്. പിന്നെ ഇന്ത്യയിലെ വൈവിധ്യങ്ങൾ, ലോകത്തിൽ എവിടെ പോകുമ്പോൾ നമ്മളെ ഏറ്റവും ആകർഷിക്കുക ഇന്ത്യയിലെ വൈവിധ്യങ്ങൾ തന്നെയാണ്. വ്യത്യസ്തമായ ഏരിയയിൽ പോകുമ്പോൾ അവിടെയുള്ള ജനങ്ങളെക്കുറിച്ചും അവരുടെ ഭക്ഷണത്തെക്കുറിച്ചും അവിടുത്തെ ഉപയോഗിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും ഉത്സവങ്ങളും ആഘോഷങ്ങളും അവരുമായി സംസാരിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ എവിടെ എത്തുമ്പോഴും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കാവുന്ന കാര്യം അവിടുത്തെ മാർക്കറ്റ് പോയി കാണാൻ ശ്രമിക്കാറുണ്ട്. അതിരാവിലെ എണീറ്റ് അവർ മാർക്കറ്റ് കാണാൻ പോകും. മാർക്കറ്റ് കാണാൻ പോകുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാത്ത ഒരുപാട് പച്ചക്കറികളും ഫലവൃക്ഷങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൽ ചില കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ പരമാവധി ആ നാട്ടിൽ പോകുമ്പോൾ അവിടുത്തെ സ്കൂളുകൾ, നമ്മൾ സ്കൂൾ അധ്യാപകനാണെന്നുള്ളതുകൊണ്ട് സ്കൂളുകൾ കാണാൻ പോകാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇന്തോനേഷ്യയിലെ ബാലിയിൽ പോണ സമയത്ത് രാവിലെ എങ്ങനെ പുറത്തിറങ്ങുമ്പോൾ കുറേ കുട്ടികൾ ചൂലായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്, യൂണിഫോം കുട്ടികൾ. അപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ സ്കൂളിലെ കുട്ടികളാണ്, റോഡ് വൃത്തിയാക്കാൻ വന്നതാണ്. അപ്പോൾ അവർ എന്നെ സ്കൂളിലേക്ക് വിളിച്ചു. ഞാൻ അവരുടെ അടുത്ത് പോയി, അവരെ ക്ലാസ്സിലേക്ക് എന്നെ കൊണ്ടുപോയി അവരോട് നമ്മളെ ഭാഷേനെക്കുറിച്ചും നമ്മുടെ രീതിയെക്കുറിച്ചും, ഇപ്പോൾ കാക്കപാറി വന്നു പറഞ്ഞ പാട്ട് ഞാൻ പാടിക്കൊടുത്ത് കുട്ടികളെ ഏറ്റുചൊല്ലി അവരുടെ ഒരു പാട്ട് അവർ പാടിത്തന്നു. അങ്ങനെ ഒരു സാംസ്കാരിക വിനിമയങ്ങൾ കൂടെ പലപ്പോഴും സംഭവിക്കുമ്പോൾ രസമാണ് ശരിക്കും. ഇപ്പോൾ ലക്ഷദ്വീപ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒറ്റയ്ക്കും പോവാറുണ്ട്, സുഹൃത്തുക്കളുടെ കൂടെ പോവാറുണ്ട്, ഗ്രൂപ്പായിട്ട് പോവാറുണ്ട്, കുടുംബം യാത്ര പോകാറുണ്ട്, പലതരത്തിലും യാത്ര പോകാറുണ്ട്. അതൊക്കെ ആസ്വദിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ രസം. അപ്പോൾ ഭാഷകളെക്കുറിച്ച്, നാട്ടുവൈദ്യത്തെക്കുറിച്ച്, യാത്രയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സാറ് നമ്മളോട് സംസാരിച്ചു. മൈഗ്രൂഡ് എന്ന ഭാഷ പലർക്കും അറിവില്ലാത്തൊരു കാര്യമായിരുന്നു. ഇപ്പോൾ കുറച്ചെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഇത്രയും ഡീപ്പായിട്ട് നമ്മളോട് സംസാരിച്ചതിന്. തുടങ്ങിയതേ മൈഗ്രൂഡ് ഭാഷയെക്കുറിച്ചിട്ടാണ്. അപ്പോൾ സാറ് ഓരോ വാക്കുകളൊക്കെയാണ് കൂടുതലായിട്ടും മൈഗ്രൂഡ് ഭാഷയിൽ പറഞ്ഞത്. പക്ഷെ ഒരു പാട്ട് കേൾക്കണം എന്നൊരാഗ്രഹമുണ്ട്, ഒന്ന് പാടി തന്നാൽ.
സന്തോഷമായിരിക്കും. പാട്ടിലെ വരിക്കും വേണ്ടിയിട്ട് ഞാനതൊന്ന് ഒരു പേപ്പറിൽ എഴുതി വന്നാണ്. പിന്നെ ഗായകനല്ല എന്നുള്ളതും കൂടി യാഥാർത്ഥ്യമാണ്. ഈ ഒരു വിഷയമാകൊണ്ട് പാടാന്നേ ഉള്ളൂ. ഇപ്പോൾ കലാഭവൻ പാടിയ ഒരു പാട്ടുണ്ടല്ലോ, മിന്നാമിനുങ്ങേ എന്നുള്ളത്, അത് നമുക്കിതിലേക്കൊന്ന് പാടി നോക്കാം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാ നീ തിടുക്കം, കിപ്പാക്കിപ്പുയ്യേ കിപ്പും കിപ്പുയ്യേ സെയ്യോവ റെയ്യോവ റീളി ഉമ്മം, പീളപ്പിരഞ്ഞേ നേവിങ്ങാടിഞ്ഞേ മൂവിപ്പ് ലാപ്പും ഡപ്പോവേ മിന്നാമിനുങ്ങേ. ഏകദേശം ഒരുപാട് നേരം നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് എന്നുള്ളത് മൈഗ്രൂഡ് ഭാഷയിലൊന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്. ഒന്ന് പറയാമോ? സിൽറ പേജം പക്കള് കൈമുജുവ് ജാണ്ടങ്ങ് നണല്ലു അഹോണ്ടം.